بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയന്മാരായ ഉസ്താദന്മാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നത് എരിയുന്ന ഫലസ്തീൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എന്നിലറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ്. അതിനായി തൗഫീഖ് നൽകിയ നാഥനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ളതായ യുദ്ധത്തെ പറ്റി. എല്ലാ ദിവസങ്ങളിലും ന്യൂസ് പേപ്പറുകളിലും എല്ലാം നമ്മൾ കണ്ടുവരുന്നതായ ഒരു വാർത്തയാണ് ഈ യുദ്ധം. എത്ര പിഞ്ചു മക്കളാണ് അവിടെ മരിച്ചു വീഴുന്നത്. അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇസ്രായേൽ എന്ന സഖ്യം അവർ ഫലസ്തീൻ എന്ന മക്കളെ ഒരു ദയവും കൂടാതെ കൊന്നു തള്ളുകയാണ്. നമ്മളെല്ലാം അത് വെറുതെ നോക്കി നിൽക്കുകയാണ്. നമുക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹത്തിന് നമുക്ക് രാജ്യദ്രോഹം നമ്മുടെ തലയിൽ വരും. അതുകൊണ്ട് നമുക്ക് അവരോടൊന്ന് എതിർത്ത് പറയാൻ പോലും നമുക്കൊരു ധൈര്യം പോലുമില്ല. ഈ ഫലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധത്തിന് കാരണം ഇസ്രായേലുകാരുടെ ആർത്തിയാണ്, അത്യാഗ്രഹം. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാനുള്ള കാരണം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിന്നിച്ചിതറിക്കിടന്നതായ ജൂത സമുദായങ്ങൾ, അവരെ എല്ലാവരെയും സഹായിക്കുവാനായി പലസ്തീനിലെ പാവപ്പെട്ട മക്കൾ തീരുമാനമെടുത്തിരുന്നു. അവർക്ക് ഇസ്രായേലിലെ ആളുകൾക്ക് ജീവിക്കാനായിട്ട് ഒരു വീട് പോലുമില്ല, കഴിക്കുവാൻ ഭക്ഷണം പോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് അവരെ സഹായിക്കുവാനായിട്ട് ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ തുനിഞ്ഞിരുന്നു. എന്നാൽ അവർക്ക് അത്യാഗ്രഹം കൂടുകയും ഇപ്പോൾ അതൊരു യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു മോശപ്പെട്ട സ്ഥലമാണെന്ന് എനിക്ക് പറയുവാൻ താല്പര്യമുണ്ട്. എന്നാലും എനിക്കങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. കാരണം ഞാനത് പറഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവർ ചിലപ്പോൾ നാളെ നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. ഇന്ന് പലസ്തീനിലെ മക്കൾക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നാളെ നമ്മുടെ ഇന്ത്യയിലെ ആളുകൾക്കും അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്നും പടച്ചവൻ നമ്മളെ കാക്കട്ടെ. എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതായ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല ഒരു സമുദായത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമുദായത്തിന് ധാരാളം പരീക്ഷണങ്ങൾ നൽകും. അത് അവർ നല്ല മനോധൈര്യത്തോടുകൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ ആ പരീക്ഷണങ്ങളിൽ നിന്നും വിമുക്തനാക്കും. അതുപോലെയുള്ള ഒരു പരീക്ഷണമാണ് അല്ലാഹു തആല ഫലസ്തീനിലെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. അവരതിനെ നല്ല രീതിയിൽ തന്നെ തരണം ചെയ്തു പോന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം നബിമാരും അങ്ങനെ ഓരോ പരീക്ഷണങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുണ്ട്. എന്തിനു പറയാം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോരം യാതനകളാണ് നബി അനുഭവിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനെ അറക്കുവാനായിട്ട് തുനിഞ്ഞതാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അതുമാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടും അല്ലാഹു തആല ആ തീയിനോട് പറഞ്ഞു, യാ നാറു കൂനി
ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീയെ നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും രക്ഷയുമായി തീരുക. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മളുടെ ഈ ലോകങ്ങളിലും ആയി നടക്കുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം മറ്റൊരു ഉദാഹരണമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു താല പരീക്ഷിച്ചത് ഒരു രോഗം കൊണ്ടാണ്. ആളുകൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വരാൻ പോലും അറയ്ക്കുന്ന, വെറുക്കുന്ന ഒരു രോഗമാണ് അള്ളാഹു താല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കൊടുത്തിരുന്നത്. എന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാം അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ രോഗത്തിനെ അള്ളാഹു താല ശിഫയാക്കി കൊടുത്തു. അള്ളാഹു താല ഏതെങ്കിലും ഒരു സമുദായത്തിനെ ഇഷ്ടപ്പെട്ടാൽ ആ സമുദായത്തിന് കുറെ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അവരത് ഏറ്റെടുത്താൽ, ആ ജനങ്ങളത് ഒരു സന്തോഷത്തോടെ ആ പരീക്ഷണം ഏറ്റെടുത്താൽ അള്ളാഹു താല അവരെ കൂടുതൽ ഇഷ്ടപ്പെടുകയും അവർക്ക് ആവശ്യമായ എല്ലാം അവർ ദുആ ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ മറുപടി പറയുകയും ചെയ്യും. എന്നാൽ ജനങ്ങൾ തിരിച്ച് അതിനോട് കോപിക്കുകയാണെങ്കിൽ, അതിനോട് എതിരെ കാണിക്കുകയാണെങ്കിൽ അള്ളാഹു താല അവരെ, അതൊരു ജനതയായിരിക്കട്ടെ ഒരു മനുഷ്യനായിരിക്കട്ടെ, അവരെ വേരോടെ തന്നെ പിഴുതെറിയുമെന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, ഇന്ന് ഫലസ്തീനിൽ നടക്കുന്നതായ സംഭവം നാളെ ചിലപ്പോൾ നമ്മളുടെ നാടുകളിലും നമ്മുടെ അടുത്തും നടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകാം. അതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഫലസ്തീനിലെ മക്കൾക്ക് ക്ഷമ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.